ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം യക്ഷപ്രശ്നം. മഹാഭാരതത്തിലെ കഥയാണിത്. യമനും യുധിഷ്ഠിരനും തമ്മിലുള്ള ഒരു സംവാദമാണിത്. വനവാസകാലത്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതെ സാധാരണ ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നൊരു സങ്കടം പറഞ്ഞു. അയാളുടെ പർണശാലയ്ക്ക് മുന്നിൽ ഉണക്കാൻ വച്ചിരിക്കുന്ന അരണിക്കോലുകൾ ഒരു മാനിൻ്റെ കൊമ്പിൽ ഉടക്കിപ്പോയി. അരണിക്കോലുകൾ ഉരസിയാണ് യാഗത്തിന് അഗ്നി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ. യുധിഷ്ഠിരൻ മാനിനെയും അരണിക്കോലുകളെ അന്വേഷിച്ച് പുറപ്പെട്ടു. പുറകെ തന്നെ 4 അനുജന്മാരും പുറപ്പെട്ടു. അവർ അരണിക്കോൽ അന്വേഷിച്ച് വനാന്തരത്തിലെല്ലാം നടന്നു. കുറേ കഴിഞ്ഞു. ദാഹം ഉണ്ട്, വിശപ്പുണ്ട്. മാനിനെ അരണിക്കോലുകളെയൊന്നും കണ്ടു കിട്ടാത്തതിൽ അതൃപ്തിയുണ്ട്. എല്ലാവരും തളർന്നൊരു മരച്ചുവട്ടിൽ ഇരിപ്പായി. അപ്പോൾ യുധിഷ്ഠിരൻ സഹദേവനോട് പറയും, അടുത്ത എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കൂ. കിട്ടുവാണെങ്കിൽ നീ കുറച്ച് കുടിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് തരൂ. ഇത് കേട്ട് സഹദേവൻ വെള്ളം അന്വേഷിച്ച് പോയി. കുറേ ദൂരം ചെന്നപ്പോൾ ശുദ്ധജലം നിറഞ്ഞൊരു പൊയ്ക കണ്ടു. നിറയെ താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു. സന്തോഷമായി. വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. അരുത്, ഈ പൊയ്ക എൻ്റെ സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ നിനക്കിതിൽ നിന്ന് വെള്ളം കുടിക്കാനാകൂ. സഹദേവൻ അതൊന്നും കേട്ടില്ല. കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പം ചത്തുപോകും. ഇതിന് ഉത്തരം പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണം പോവും. അപ്പോൾ പിന്നെ വെള്ളം കുടിച്ചിട്ട് മരിക്കാം, ഇയാളുടെ ശാപം ഏറ്റാലും എന്ന് കരുതി വെള്ളം കുടിച്ചു. പ്രജ്ഞയേറ്റ് വീണു. കുറച്ച് സമയം കഴിഞ്ഞു. സഹദേവനെ കാണുന്നില്ലല്ലോ എന്ന് കരുതി യുധിഷ്ഠിരൻ നകുലനെ പറഞ്ഞയക്കും. നകുലനും ഇത് തന്നെ സംഭവിച്ചു. രണ്ടുപേരെയും കാണാത്തതുകൊണ്ട് അർജുനനെ പറഞ്ഞയക്കും. ഇത് തന്നെ. ഭീമനെ പറഞ്ഞയക്കും. അവർക്കും ഇത് തന്നെ സംഭവിച്ചു. അവസാനം യുധിഷ്ഠിരൻ തന്നെ അനുജന്മാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവിടെ ചെന്ന് ഈ പൊയ്കയുടെ തീരത്ത് തൻ്റെ 4 സഹോദരന്മാരും പ്രജ്ഞയായിട്ട് കിടക്കുന്നത് കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൻ്റെ കാരണം ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. വെള്ളം കുടിച്ചിട്ട് അന്വേഷിക്കാമെന്ന് കരുതി വെള്ളം അങ്ങനെ എടുക്കുകയും ഒപ്പം തന്നെ ഈ അശരീരി കേട്ടു. അരുത്, ഈ പൊയ്ക എൻ്റെ പൂർവിക സ്വത്താണ്. ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, ഇല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളുടെ ഗതി തന്നെ നിനക്കും വരും. അതുകൊണ്ട് യുധിഷ്ഠിരൻ ശാന്തനായിട്ട് അവിടെ നിന്നു. യുധിഷ്ഠിരൻ്റെ മുമ്പിൽ ഒരു യക്ഷൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, ചോദ്യം ചോദിച്ചോളൂ, എൻ്റെ ബുദ്ധിയിൽ തെളിയുന്ന ഉത്തരങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ്. യക്ഷൻ ചോദിക്കും, ആരാണ് സൂര്യനെ ഉയർത്തുന്നത്? ബ്രഹ്മം. ആരാണ് സൂര്യനെ അസ്തമിപ്പിക്കുന്നത്? ധർമ്മം. ആരാണ് സൂര്യനെ നിലനിർത്തുന്നത്? സത്യം. ഭൂമിയേക്കാൾ വലുതാര്? അമ്മ. ആകാശത്തേക്കാൾ ഉയർന്നതാര്? അച്ഛൻ. വായുവിനേക്കാൾ വേഗത കൂടിയത്? മനസ്സ്. പുല്ലുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലുള്ളത്? ചിന്തകൾ. ഉറങ്ങുമ്പോഴും കണ്ണടയ്ക്കാത്ത ജീവി? മത്സ്യം. ജനിച്ചിട്ടും വളരാത്തത്? മുട്ട. ഹൃദയമില്ലാത്തത്? പാറ. വേഗത കൂടുന്തോറും വർദ്ധിക്കുന്നത്? നദി. ഗൃഹത്തിലൊരുവൻ്റെ മിത്രം? ഭാര്യ. യാത്രയിലൊരുവൻ്റെ മിത്രം? സഹയാത്രികൻ. രോഗിയുടെ മിത്രം? വൈദ്യൻ. മരിക്കുന്നവൻ്റെ മിത്രം? ദാനം. എന്നും ഏകനായി സഞ്ചരിക്കുന്നവനാര്? സൂര്യൻ. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനാര്? ചന്ദ്രൻ. അമൃതതുല്യമായ വസ്തു ഏത്? പശുവിൻ പാൽ.
പരമമായ ധർമ്മമേത്? അഹിംസ. നഷ്ടപ്പെട്ടാലും ദുഃഖിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? കോപം നഷ്ടപ്പെടുമ്പോൾ. പ്രിയമായ വാക്കുകൾ പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എല്ലാവർക്കും പ്രിയനായിത്തീരും. നന്നായിട്ട് അധ്വാനിച്ചാൽ എന്താണ് പ്രയോജനം? ജീവിതത്തിൽ ജയിക്കും. ദയയില്ലാത്തവനാര്? ദുർജനം. ഏവരെയും സഹായിക്കുന്നവരാണ് ആര്? സജ്ജനം. തുടർന്ന് ചോദിച്ചു, ഈ ലോകത്തെ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത എന്താണ്? അതിന് പറയുന്ന ഉത്തരമാണ് അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷ സ്ഥാവരമിച്ഛന്തി കിം ആശ്ചര്യമിതപ്പരം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും ഈ ലോകത്ത് ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ശേഷിക്കുന്നവർ നമ്മളിവിടെ സ്ഥിരമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ആ ഒരു ഭാവത്തിലൂടെ വർത്തിക്കുന്നു. ഇതിൽ പരം ആശ്ചര്യം എന്താണ്? ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളെല്ലാം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. എന്നിട്ടും ബുദ്ധിപൂർവമായി അതിവേഗത്തിൽ ഉചിതമായ അത്ഭുതകരമായ മറുപടികൾ പറഞ്ഞ് യക്ഷനെ പ്രീതിപ്പെടുത്തി യുധിഷ്ഠിരൻ. യക്ഷൻ സംപ്രീതനായിട്ട് പറയും, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കണു, ഈ സഹോദരന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, നകുലനെ ജീവിപ്പിക്കണം. അപ്പോൾ യക്ഷൻ ചോദിക്കും, ഇതെന്താണ്? നിനക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നിൻ്റെ സഹോദരൻ ഭീമനല്ലേ? പിന്നെ ഇപ്പോൾ യുദ്ധം വരാൻ പോവുകയല്ലേ? അപ്പോൾ വില്ലാളി വീരനായ അർജുനനെയല്ലേ നീ ജീവിപ്പിക്കേണ്ടത്? എന്നിട്ട് എന്താണ് നീ നകുലനെ ജീവിപ്പിക്കണം എന്ന് പറയുന്നത്? യുധിഷ്ഠിരൻ പറയും, കുന്തിയുടെ കുട്ടികളിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. മാദ്രിയുടെ ഒരു കുട്ടി ജീവനോടെ ഇരിക്കട്ടെ. എൻ്റെ അമ്മയുടെ പിണ്ട ഉദക ക്രിയ ചെയ്യാൻ ഞാനുണ്ട്. കർമ്മബന്ധം കൊണ്ട് മാദ്രിയുടെ ഉദകക്രിയ ചെയ്യാൻ നകുലനല്ലേ കൂടുതൽ അർഹത. ഇത് കേട്ട് യക്ഷൻ സംപ്രീതനായി 4 സഹോദരങ്ങളെയും ജീവിപ്പിച്ചു. എന്നിട്ട് പറയും, ഞാൻ യമധർമ്മനാണ്. നിന്റെ ധർമ്മപരത ഒന്ന് പരീക്ഷിക്കാനാണ് ഞാൻ വന്നത്. 2 വരം ചോദിച്ചുകൊള്ളൂ. യുധിഷ്ഠിരൻ പറയും, ആ ബ്രാഹ്മണൻ്റെ നഷ്ടപ്പെട്ട അരണിക്കോലുകളെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. അപ്പോൾ യമൻ പറയും, ഞാൻ തന്നെയാണ് ആ മാനായിട്ട് വന്ന് അരണിക്കോലുകൾ അപഹരിച്ചത്. നിന്നെ അനുഗ്രഹിക്കാൻ മാത്രം, നിന്റെ ധർമ്മനിഷ്ഠ അറിയാൻ വേണ്ടി മാത്രം ആണ് ഞാൻ അങ്ങനെ ചെയ്തത്. സന്തുഷ്ടനായിട്ട് അരണിക്കോലുകൾ കൊടുത്തു. അത് കഴിഞ്ഞ് 1 വരം കൂടി ചോദിക്കണം എന്ന് പറയും. അപ്പോൾ പറയും, അജ്ഞാതവാസകാലം വരികയാണ്. 12 കൊല്ലത്തെ വനവാസകാലം കഴിഞ്ഞാൽ പിന്നെ 1 കൊല്ലം അജ്ഞാതവാസം നടത്തണമല്ലോ. അതാണ് നിബന്ധന ചൂതുകളിയിൽ തോറ്റപ്പോൾ. ആ 1 കൊല്ലത്തെ അജ്ഞാതവാസകാലത്ത് പിടിക്കപ്പെട്ടാൽ വീണ്ടും 12 കൊല്ലം വനത്തിൽ പോകേണ്ടി വരും. അതാണ് ദുര്യോധനൻ്റെ നിബന്ധന. അപ്പം അജ്ഞാതവാസകാലത്ത് ഞങ്ങളെ ആരും തിരിച്ചറിയരുത്, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയും. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. ഈ ചോദ്യോത്തരങ്ങൾ വളരെ മനനയോഗ്യങ്ങളായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. യുധിഷ്ഠിരൻ്റെ സൂക്ഷ്മദർശിത്വവും ബുദ്ധിശക്തിയും ധർമ്മനിഷ്ഠയും വെളിവാക്കുന്ന ആഖ്യാനമാണിത്. പാണ്ഡിത്യം അത് നമുക്ക് പ്രയത്നിച്ചാൽ നേടാവുന്നതാണ്. 4 വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചാൽ ഒരുവന് വിദ്വാനാകാം. പക്ഷേ ധർമ്മനിഷ്ഠ അത് മഹാത്മാക്കൾക്ക് മാത്രം നേടിയെടുക്കാവുന്ന ഒരു ഉത്കൃഷ്ട ഗുണമാണ്. എല്ലാവരും സുഖത്തെ തേടി പോകുമ്പോൾ ധർമ്മത്തെ മുറുകെ പിടിക്കാത്തവന് സുഖമില്ല എന്ന വസ്തുത മറക്കും. ആരാണോ ധർമ്മത്തെയും സത്യത്തെയും മുറുകെ പിടിക്കുന്നത് അവന് മാത്രമുള്ളതാണ് ശ്രേയസ്. മഹാഭാരതത്തിലെ കഥകൾ നമ്മളെല്ലാവരെയും ധർമ്മനിഷ്ഠരാക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. സത്യവും ധർമ്മവുമാണ് ജീവിതത്തിൻ്റെ ജീവിതത്തെ താങ്ങി നിൽക്കുന്ന, സംസ്കാരത്തെ താങ്ങി നിൽക്കുന്ന 2 തൂണുകളാണ്. അതുകൊണ്ട് സത്യമത ധർമ്മം ജര എന്ന് നമ്മളെ കൃഷി പഠിപ്പിക്കുന്നു. മഹാഭാരത കഥകളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കേണ്ടവയാണ്, മനനം ചെയ്യേണ്ടവയാണ്. ആ മനനം നമ്മളെല്ലാവരെയും ധർമ്മിഷ്ഠരാക്കും. നമ്മളിലും ബുദ്ധിശക്തിയും സൂക്ഷ്മദർശിത്വവും അറിവും വർദ്ധിപ്പിക്കും.
നമ്മളെ ശ്രേയസ്സിലേക്ക് നയിക്കും. ഇതോടെ ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ.